ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ തരിശ് നിലങ്ങളിലേക്ക് എന്ന കേരള പാഠാവലിയിലെ പാഠസംഗ്രഹവും അതിൻ്റെ ചോദ്യോത്തരങ്ങളും പരിശോധിക്കുന്ന ഈ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. ഓക്കെ, തരിശ് നിലങ്ങളിലേക്ക് യൂണിറ്റ് 3 ചാപ്റ്റർ 1 തിരുനെല്ലൂർ കരുണാകരനെ കുറിച്ചുള്ള വിവരണം നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. പാഠസംഗ്രഹത്തിലേക്ക് നമുക്ക് പോവാം. തരിശ് നിലങ്ങളിലേക്ക് പ്രതീക്ഷയുടെ കരിമുകിൽ പോലെ കാർമുകിൽ പോലെ വരികയാണ് വേലക്കാർ. കരിമുകിൽ, കാർമേഘം തരിശ മണ്ണിന് പ്രതീക്ഷയാണല്ലോ. നെഞ്ചിൻ്റെ വരൾച്ച മാറ്റി ഉർവരതയുടെ പാനപാത്രം നിറയ്ക്കുന്നതിനായുള്ളവരാണല്ലോ കരിമുകിലുകൾ. തരിശു നിലങ്ങളിലേക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായി മാറുകയാണ് വേലക്കാർ. വേലക്കാരുടെ കണ്ണിൽ കാണുന്ന മിന്നലിൻ്റെ പ്രകാശവും കരുത്തുമാണെങ്കിലും അവരുടെ ഉള്ളാകട്ടെ തെളിനീര് പോലെ പരിശുദ്ധമാണ് എന്ന് കവി പറയുന്നു. വേലക്കാരുടെ കൈകളിലാകട്ടെ ഏഴഴകായി വളരുന്ന വിത്തുകളും പണിയുപകരണങ്ങളായ വാളുകളുമുണ്ട്. ഇതെല്ലാമായി തരിശു മണ്ണിൽ പൊന്നു വിളയിക്കാൻ ശക്തമായ കാലടികൾ വെച്ച് മുന്നോട്ട് വരികയാണ് കർഷകർ എന്ന് കവി പറയുന്നു. തങ്ങളുടെ ജീവിത പ്രാരാബ്ധത്തിൽ സ്ഥിരം നീറുകയാണ് കർഷകർ. എങ്കിൽ പോലും അവരുടെ കരുത്തിലും മനോബലത്തിലും ഭൂമിയിൽ പ്രതീക്ഷകൾ നിറയുന്നുണ്ട്. അവരുടെ കാൽപെരുമാറ്റത്തിൽ പ്രതിബന്ധങ്ങളെല്ലാം നിസ്സാരമായി മാറിപ്പോവുകയാണ് എന്ന് കവി പറയുന്നു. ഋതുഭേദങ്ങൾ മാറി മാറി വന്നെങ്കിലും ഒട്ടുമുടയാതെ സൗന്ദര്യത്തിൻ്റെ മൂർത്ത ഭാവമായി അവശേഷിക്കുന്ന താഴ്വരകളും മുതലാളിത്തത്തിൻ്റെ കടന്നുവരവിൽ വന്ധ്യകളായ വയലേലകളും അവരുടെ പദവിന്യാസത്തിൻ്റെ ആരവം കേട്ട് അറിയാതെ മനസ്സ് നിറയ്ക്കുന്നുണ്ട്. പ്രതീക്ഷയുടെ വെള്ളി മേഘങ്ങളാകുകയാണ് ഇവിടെ വേലക്കാർ. കർഷകരുടെ ബലിഷ്ഠമായ കൈകളിൽ അണയാൻ മണ്ണ് കൊതിക്കുകയാണ്. വരൾച്ചയുടെ ഉറക്കത്തിൽ നിന്നും തളിരിടലിൻ്റെ കാലത്തിലേക്ക് പ്രവേശിക്കാൻ വേലക്കാരുടെ കാലടി ശബ്ദം കേട്ടപ്പോൾ മൂരി നിവർത്തി ഉണരുകയാണ് മണ്ണ്. അവരുടെ ഓരോ ചൂടുകളിലും കൂർത്ത പരുത്തൻ വാക്കുകളിലും ആകാശം പോലും വിറച്ചു പോവുകയാണ്. ജീവിതത്തിൻ്റെ വറുതിയോട് അംഗം വെട്ടുന്നവരാണ് വേലക്കാർ. ജീവിതത്തിൻ്റെ വറുതി, ഇല്ലായ്മകളോട് അവർ കരുത്തോടെ വെക്കുന്ന ഓരോ കാൽവെപ്പും ജീവിതത്തിൻ്റെ പ്രതീക്ഷകളാവുകയാണ്. നാൾ തോറും പട്ടിണിയാണെങ്കിലും അതിനോടെല്ലാം യുദ്ധം ചെയ്ത് ജയിക്കുന്നതാണ് തൊഴിലാളികളുടെ മനക്കരുത്ത്. പട്ടിണിയെയും ദാരിദ്ര്യത്തെയും കീഴ്പ്പെടുത്തി കരിങ്കൽ പാറകൾ പോലും തുരക്കുന്നവരാണ് വേലക്കാർ. അവരുടെ കരുത്തിനു മുന്നിൽ പുതുമണ്ണിൻ്റെ ആർദ്രത എത്രമാത്രം ലോലമാണെന്ന് കർഷകരിലൂടെ കവി പറയുകയാണ്. ഇതായിരുന്നു പാഠഭാഗത്തിൻ്റെ സംഗ്രഹം. ചോദ്യോത്തരം നോക്കാം. തരിശു നിലങ്ങളിലേക്ക് എന്ന പാഠഭാഗത്ത് തൊഴിലാളികളെ കരിമുകിലിനോട് സാദൃശ്യപ്പെടുത്തിയതിൻ്റെ ഭംഗി വിശകലനം ചെയ്യുക. തരിശു നിലങ്ങളിലേക്ക് എന്ന പാഠഭാഗത്ത് തൊഴിലാളികളെ കരിമുകിലിനോട് സാദൃശ്യപ്പെടുത്തിയതിൻ്റെ ഭംഗി വിശകലനം ചെയ്യുക. തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ, എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. ഇതായിരുന്നു നമ്മുടെ വരികൾ. നാളുകളായി മഴ കിട്ടാതെ ദാഹിച്ച് വിയർക്കുന്ന തരിശു നിലങ്ങളിലേക്ക് പ്രതീക്ഷയുടെ കുടിനീരുമായി കടന്നു വരുന്ന കാർമേഘത്തോടാണ് വേലക്കാരെ കവി ഉപമിച്ചിരിക്കുന്നത്. വേനലിലും മഴയിലും ജീവിതം മുഴുവൻ അധ്വാനത്തിൻ്റെ ഭാരവുമായി ഉറച്ച ചുവടുകളോടെ മുന്നേറുന്ന ഇവരുടെ ശരീരവും കരിമുകിൽ പോലെ കരുത്തുള്ളതും കറുത്ത നിറത്തോട് കൂടിയതുമാണ് എന്ന് കവി പറയുന്നു. കരിമുകിലിൻ്റെയും ഭൂമിയുടെ കാവൽക്കാരായ വേലക്കാരുടെയും കണ്ണിൽ കരുത്തിൻ്റെ മിന്നൽ പിണരുകളാണ്. എന്നാൽ ഇരുവരുടെയും മനസ്സിൽ നിറയുന്നത് തെളിനീരിൻ്റെ കുളിരുകളാണ് എന്നാണ് കവി പറയുന്നത്. സെറ്റാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ. അടുത്ത വരി. അണിയായി അണിയായി വേലക്കാരവർ അടിവച്ചണയുമ്പോൾ. ഇത്രയും വരികളാണ്. തൊഴിലാളികളുടെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ വരികളിൽ തെളിയുന്നത്? ഇതുപോലുള്ള മറ്റു വരികൾ കണ്ടെത്തി ചർച്ച ചെയ്യുക. കരിങ്കൽ പാറകൾ പോലും തങ്ങളുടെ ബലിഷ്ഠമായ കൈകളാൽ നിഷ്പ്രയാസം തച്ചുടയ്ക്കുന്നവരാണ് തൊഴിലാളികൾ. അധ്വാനിച്ച് കയ്യും മനസ്സും ഇരുമ്പ് പോൽ ബലിഷ്ഠമാക്കിയവരാണ് തൊഴിലാളികൾ. അവരുടെ പരുക്കനായ കൈക്കും മനസ്സിനും ഭൂമിയുടെ ഉർവരമായ പച്ചമണ്ണ് ഉഴുതുമറിക്കുക എന്നത് വളരെ നൈമിഷികമായ കാര്യമായാണ് കവി അവതരിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ജീവിതം പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണെങ്കിലും അതിനെയെല്ലാം മറികടക്കുന്ന ഊർജമാണ് ഓരോ വേലക്കാർക്കുമുള്ളത്. അവരുടെ നടപ്പിലും ഭാവത്തിലുമെല്ലാം ഈ ഊർജ്ജസ്വലത പ്രകടമായി കാണാൻ സാധിക്കുമെന്നാണ് കവി ഈ വരികളിലൂടെ അവതരിപ്പിക്കുന്ന ആശയം. കരിങ്കൽ പാറകൾ പോലും തങ്ങളുടെ ബലിഷ്ഠമായ കൈകളാൽ നിഷ്പ്രയാസം തച്ചുടക്കുന്നവരാണ് തൊഴിലാളികൾ. അധ്വാനിച്ച് കൈയും മനസ്സും ഇരുമ്പ് പോൽ ബലിഷ്ഠമാക്കിയവരാണ് തൊഴിലാളികൾ.
അവരുടെ പരുക്കനായ കൈക്കും മനസ്സിനും ഭൂമിയുടെ ഉർവരമായ പച്ചമണ്ണ് ഉഴുതുമറിക്കുക എന്നത് വളരെ നൈമിഷികമായ കാര്യമായാണ് കവി അവതരിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ജീവിതം പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണെങ്കിലും അതിനെയെല്ലാം മറികടക്കുന്ന ഊർജമാണ് ഓരോ വേലക്കാർക്കുമുള്ളത്. അവരുടെ നടപ്പിലും ഭാവത്തിലുമെല്ലാം ഈ ഊർജ്ജസ്വലത പ്രകടമായി കാണാൻ സാധിക്കുമെന്നാണ് കവി ഈ വരികളിലൂടെ അവതരിപ്പിക്കുന്ന ആശയം. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തരിശു നിലങ്ങൾ എന്ന തലക്കെട്ട് കവിതയ്ക്ക് എത്രമാത്രം അനുയോജ്യമാണ്? ആ ഭൂമിയുടെ ജീവനറ്റ ഇടമാണ് തരിശു നിലങ്ങൾ. ആ ഭൂമി എന്ന് വേണ്ട, ഭൂമിയുടെ ജീവനറ്റ ഇടമാണ് തരിശു നിലങ്ങൾ. തരിശു നിലങ്ങൾ ഉർവരതയുടെ തീരമാകാൻ പണിപ്പെടുന്നവരാണ് വേലക്കാർ. ജീവിതത്തിൻ്റെ തരിശ് നിലം പച്ചപ്പ് പുതപ്പിക്കുന്നതിനാണ് വേലക്കാർ അഹോരാത്രം പണിയെടുക്കുന്നത്. ജീവിതത്തിൻ്റെ ദാരിദ്ര്യവും പട്ടിണിയുടെ മൃതിയും മനുഷ്യജീവിതത്തിലെ ഊഷരതകളാണല്ലോ. അവ ഇല്ലാതാക്കാൻ വേലക്കാർ പണിപ്പെടുമ്പോൾ ഭൂമിയുടെ തന്നെ പച്ചപ്പാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തരിശു നിലങ്ങൾ എന്ന തലക്കെട്ട് കവി തിരഞ്ഞെടുത്തത് വളരെ അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കാർമുകിലിനോട് വേലക്കാരെ ഉപമിച്ചിരിക്കുന്നത്. കാർമുകിൽ ഊഷരഭൂമിയുടെ കുടിനീരാണ്. ചടുലമായ താളത്തിൽ വേലക്കാർ കടന്നു വരുമ്പോൾ തരിശു ഭൂമി മൂരി നിവരുകയാണ്. പച്ചപ്പിനായി കൊതിക്കുന്ന ഭൂമിയുടെ മാരടത്തിലേക്ക് പ്രതീക്ഷയുടെ കിരണമാവുകയാണ് വേലക്കാർ. സെറ്റ്. തരിശു നിലങ്ങളിലേക്ക് എന്ന പാഠഭാഗത്തിലെ ജീവിത ദർശനം അവതരിപ്പിക്കുക. ഊഷരമായ ഭൂമിയെ ഫലസമൃദ്ധമാക്കാൻ അണിചേർന്നെത്തുന്ന അധ്വാനവർഗത്തിൻ്റെ ഐക്യത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ആവിഷ്കാരമാണ് തരിശു നിലങ്ങളിലേക്ക് എന്ന കവിത. ദാരിദ്ര്യത്തോടും വറുതിയോടും പൊരുതി ജയിച്ചതിൻ്റെ കരുത്ത് തൊഴിലാളികളിൽ കാണാം. മരണം പുൽകുന്ന പട്ടിണിയിൽ കഴിയുമ്പോഴും മരണത്തെപ്പോലും തോൽപ്പിച്ച് കരുത്ത് തെളിയിച്ചവരാണവർ. ജീവിത ദുരിതം സമ്മാനിക്കുന്ന എല്ലാ ഇല്ലായ്മകൾക്കിടയിലും ആത്മവീര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കരുത്തിൻ്റെയും ആയുധമേന്തുന്ന അവർക്ക് മണ്ണിനെ പൊന്നണിയിക്കാൻ പ്രയാസമില്ല. കരുമുകിൽ പോലെ വരുന്ന തൊഴിലാളികളുടെ കണ്ണിൽ സർവ്വവും കീഴടക്കാനുള്ള ആത്മവീര്യമുണ്ട്. പൊരുതാനും ജയിക്കാനുമുള്ള മനോഭാവത്തോടെ ഉറച്ച കാൽവെപ്പുമായാണ് അവർ തരിശു നിലങ്ങളിലേക്ക് വരുന്നത്. നിലനിൽക്കുന്ന വ്യവസ്ഥിതിയോട് കലഹിക്കാനും പൊരുതാനുമുള്ള ആത്മവീര്യം ഉൾക്കൊള്ളുന്ന വാക്കുകൾ അവരുടെ ആയുധമാണ്. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും അധ്വാനത്തെ ആഹ്ലാദമായി കാണുന്ന മനോഭാവം. ഓക്കെ മക്കളെ, സെറ്റാണല്ലോ. നന്നായിട്ട് വായിക്കുക, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.